വിശുദ്ധ ശേഷം 20-17 വചനങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തെയും ഉദ്ധാനത്തെയും പറ്റിയും ഈശോ മൂന്നാമതും പ്രവചിക്കുന്നതും 29-34 വരെ വചനങ്ങൾ 2 അന്ധന്മാർക്ക് ഈശോ കാഴ്ച നൽകുന്നതിനെ പറ്റിയാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ വചനങ്ങളിലെ 5 കാര്യങ്ങളാണ് ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമതായിട്ട് ഈശോ സത്യമായും ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ഈശോയുടെ പീഡാനുഭവത്തെ പറ്റിയും ഉദ്ധാനത്തെ പറ്റിയും അറിയാൻ കഴിഞ്ഞതും അത് പ്രവചിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അന്ധന്മാർക്ക് കാഴ്ച നൽകാനൊക്കെ ഈശോയ്ക്ക് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് വചനം മനസ്സിലാക്കി തരുന്നത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് ദൈവീയ അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ വചനം മനസ്സിലാക്കി തരികയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും ഉടനെ ഉത്തരം കിട്ടുന്നില്ലെങ്കിലും ദൈവത്തിന് നമ്മെ സഹായിക്കാൻ സാധിക്കുന്ന ഉറച്ചു വിശ്വസിച്ച് കൂടുതൽ ശക്തമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഒരിക്കലും പ്രാർത്ഥന മടുപ്പ് തോന്നുകയോ വിശ്വാസം നകന്നു പോവുകയോ മറ്റുള്ള എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ പ്രാർത്ഥന നകന്നു പോവുകയോ ചെയ്യരുത്. വചനത്തിൽ അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന 2 അന്ധന്മാർക്കാണ് ഈശോ കാഴ്ച നൽകുന്നത്. അതുപോലെ വചനത്തിൽ ഈശോ അന്ധന്മാരുടെ സമീപത്തൂടെ വഴിയിലൂടെ കടന്നു പോകുന്ന അറിഞ്ഞ അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമെന്ന് ഉച്ചത്തിൽ നിലവിച്ചപേക്ഷിക്കുമ്പോൾ ജനം മിണ്ടാതിരിക്കാനായിട്ട് അവരെ ശാസിക്കുന്നു. എന്നാൽ അവർ അതൊന്നും കണക്കിലെടുക്കാതെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമെന്ന് നിലവിളിച്ചപേക്ഷിക്കുമ്പോഴാണ് ഈശോ അവരെ സമീപിച്ച് അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടണമെന്ന അവരുടെ ആഗ്രഹത്തിന്മേൽ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുകയും അങ്ങനെ അവർക്ക് കാഴ്ച കിട്ടുകയും ചെയ്യുന്നത്. വചനം മനസ്സിലാക്കുകയാണ്, ഈശോയെ വിശ്വസിച്ച് ശക്തമായിട്ടും ആത്മാർത്ഥത്തോടും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണെങ്കിൽ ദൈവം നമുക്കത് തീർച്ചയായിട്ടും നടത്തി തരും. അപ്പോൾ വചനം മനസ്സിലാക്കി തരുന്നു, ദാവീദിൻ്റെ പുത്ര ഞങ്ങൾ കനിയണമേ എന്നുള്ള പ്രാർത്ഥന ദൈവകാരുണ്യം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ശക്തമായ പ്രാർത്ഥനയാണ്. അത് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകാരുണ്യം നേടാൻ ഈ വചനം നമ്മെ സഹായിക്കും. മൂന്നാമത്തെ വചനം മനസ്സിലാക്കി തരികയാണ്, അന്ധന്മാർ നിലവിച്ചപേക്ഷിക്കുന്നത് ഈശോ അവരുടെ സമീപത്തൂടെ കടന്നു പോകുമ്പോഴാണ്. വിശുദ്ധ കുർബാന, കൂദാശകൾ, പ്രാർത്ഥനകൾ ഇവയെല്ലാം ഈശോ നമ്മുടെ സമീപത്തേക്ക് നമ്മിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനകൾ ദൈവകാരുണ്യം നേടാനായിട്ട് നമ്മെ സഹായിക്കുമെന്ന് വചനം ഓർപ്പിക്കുകയാണ്. നാലാമതായിട്ട് ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചാണ് കാഴ്ച നൽകുന്നത്. വചനം മനസ്സിലാക്കി തരുന്നു, കൈവെപ്പ് പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ അഭിഷിക്തരും വൈദികരുമൊക്കെ കൈവെപ്പ് പ്രാർത്ഥന നടത്തുമ്പോൾ അത് വളരെ അനുഗ്രഹദായകമാണെന്ന് വചനം മനസ്സിലാക്കി തരികയാണ്. അഞ്ചാമത്തെ വചനത്തിൽ കാഴ്ച കിട്ടുന്ന അന്ധന്മാരെ ഈശോ അനുഗമിക്കുന്നു. വചനം മനസ്സിലാക്കി തരുന്നു, ദൈവീയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും അങ്ങനെ ദൈവത്തെ അനുഗമിച്ച് നിത്യരക്ഷ കിട്ടുന്നതിനും വേണ്ടിയുള്ളതാണ്. ദൈവീയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവത്തെ അനുഗമിക്കുന്നവരായി നാം മാറണമെന്ന് വചനം ഓർമ്മിക്കുകയാണ്. പ്രശ്നങ്ങളിലും വേദനകളിലും ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ദൈവം അനുഗ്രഹിക്കുന്നവരെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും ദൈവത്തെ അനുഗമിക്കുന്നവരെ മാറാനുള്ള കൃപയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനപ്പെടാൻ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.